അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ഡിവേഴ്സി ക്യാമ്പ് നമ്മൾ കൂടി 2 ദിവസം ഒന്നിച്ച് താമസിച്ച് വന്ന ഓരോരുത്തരും പോകുമ്പോൾ ഫീൽ ചെയ്ത എവിടേക്കോ സ്റ്റക്കായി കിടന്ന ശ്വാസം സ്വന്തമായി വലിച്ചെടുക്കുന്നത് പോലെ ഫീൽ ചെയ്ത സന്തോഷമുണ്ടല്ലോ. നേരിട്ട് അനുഭവിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രൗഡസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റുകളിലൊന്ന് തന്നെയായിരുന്നു കേട്ടോ. കേരളത്തിലെ വിവാഹമോചിതരായ പെൺകുട്ടികളുടെ ഒത്തുകൂടലാണ്. അവരുടെ സന്തോഷം, അവരുടെ ആഹ്ലാദമൊക്കെ അവർ പങ്കുവെച്ച് കഴിഞ്ഞു. അവരെ ആക്ഷേപിക്കാനോ പരിഹസിക്കാനുള്ള വീഡിയോ അല്ലിത്. ഓരോരുത്തരും അവരനുഭവിക്കുന്ന സങ്കീർണമായ അവസ്ഥയെ നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റത്തില്ല. ഒരു തലത്തിൽ പറഞ്ഞാലേ എല്ലാ പ്രതിസന്ധികളും കഴിഞ്ഞ് ഒന്ന് ശ്വാസം വിടാൻ വന്നവരായിരിക്കാം. ഏതായിരുന്നാലും ഞാനിപ്പോൾ ഈ വീഡിയോയുടെ പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊന്നും കൊണ്ട് ആരും അനുകരിക്കാൻ നിൽക്കരുത്. കഴിഞ്ഞ ദിവസം വിവാഹമോചിതയായ ഒരു സ്ത്രീയോട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അവരെന്നോട് പറയാണ്, ഞാൻ രാവിലെ ഈ ഓഫീസിലേക്കൊക്കെ പോകുമ്പം എൻ്റെ കൂട്ടുകാരികൾ വിളിക്കും. അപ്പോൾ കൂട്ടുകാരികൾ പറയും, അവർ ചിലപ്പം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ സ്കൂളിൽ വിടാനുള്ള തിരക്കിനിടയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വിവാഹമോചിതയായ സ്ത്രീയോട് പറയും അത്രേ, നീ എന്ത് ഭാഗ്യവതിയാടി, ഞങ്ങൾ അനുഭവിക്കുന്ന പോലത്തെ ഈ കുട്ടികളെ കുളിപ്പിക്കലും അവരെ പോറ്റലും ഭർത്താവിൻ്റെ വസ്ത്രം കഴുകി കൊടുക്കലും ഇതൊന്നും ഇല്ലല്ലോ, നിനക്കെന്ത് സുഖമാണ്. അപ്പോൾ ആ പെണ്ണ് കണ്ണ് നിറഞ്ഞിട്ട് ഫോൺ അവിടെ വെച്ചു. അതവരെന്നോട് ഇങ്ങനെ പങ്കുവെക്കുകയാണ്. വിവാഹമോചിതയായ ഒരു സ്ത്രീ അവർ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്നൊക്കെ പുറമേ നോക്കുന്നവർക്ക് തോന്നുന്ന കാര്യമാണ്. അവരനുഭവിക്കുന്ന സങ്കീർണമായ അവസ്ഥയെ അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം, എന്ത് പ്രതിസന്ധി വന്നാലും അതെല്ലാം ഒതുക്കി പിടിച്ച് ഇടിയും തല്ലും ചവിട്ടും ആക്ഷേപമൊക്കെ കൊണ്ട് ജീവിക്കണം, അങ്ങനെ തന്നെ മരണം വരെ ജീവിക്കണം, ആകെ ഭൂമിയിൽ ചെറിയ ജീവിതമേ ഉള്ളൂ, അതിങ്ങനെ ദുഃഖഭാരത്താൽ ജീവിക്കണം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ഞാൻ പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശ്രദ്ധേയമായൊരു വാക്കുണ്ട്, ഭർത്താവിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ അനാവശ്യമായി നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ ത്വലാക്ക് ചോദിച്ചു വാങ്ങുന്ന ആളുകൾ അള്ളാഹുവിൻ്റെയും അവൻ്റെ തിരുദൂതരുടെയും അവൻ്റെ മാലാഖമാരുടെയും മുഴുവൻ സത്യവിശ്വാസികളുടെയും കോപത്തിന് ശാപത്തിന് പാത്രീഭൂതരാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം വിവാഹമോചിതരായ ആളുകളുടെ വീഡിയോ കണ്ട് അതിൽ മോട്ടിവേറ്റായി ഇതൊക്കെയാണ് വിവാഹ ജീവിതത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്നും ബൈക്ക് എടുത്തിട്ട് മൂന്നാർ പോകാം, പ്രകൃതി ഭംഗി രമണീയമായ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാം, ചായ കുടിക്കുന്നതും യാത്ര ചെയ്യുന്നതൊക്കെ റീൽസാക്കി ഇടാം. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഇതിനെല്ലാം പരിധി ഉണ്ട് എന്നുള്ളതാണ്. നമ്മളല്ല, നമ്മുടെ ജീവിതം ഇതിനൊക്കെ പരിധി ചെയ്യും. നമ്മുടെ ഒപ്പം കൂടിയ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കാവുന്നൊരു നിമിഷമുണ്ട്. ആ നിമിഷം എങ്ങനെയാണ് സർവൈവൽ ചെയ്യുന്നതെന്ന് വിവാഹമോചിതരായ ആളുകളൊന്ന് ചോദിച്ചാൽ മതി. എല്ലാ സന്തോഷവും എല്ലാ ആഹ്ലാദവും എല്ലാ കാലത്തും നമ്മളോടൊപ്പം ഉണ്ടെന്ന് വിചാരിക്കണ്ട. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളെയൊക്കെ ആ രൂപത്തിലൊക്കെ പരിഹരിക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സംസാരിക്കുന്ന ഞാനടക്കം കുടുംബജീവിതത്തിൽ 100% സന്തോഷവും സന്തുഷ്ടമായ ജീവിതം അനുഭവിക്കുന്നവരാണെന്ന്? പുറമേ കാണുന്ന ചിരിയൊന്നും ആരും അതിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ലോകത്തെ എല്ലാ കുടുംബജീവിതത്തിലും പിണക്കവും ഇണക്കവും സങ്കീർണതയും സന്തോഷവും ഒക്കെ ഉണ്ട്. എല്ലാ സന്തോഷവും അല്ലെങ്കിൽ എല്ലാ സങ്കടവും എക്കാലത്തും ഉള്ളതല്ല, ഇത് മാറി തിരിഞ്ഞു വരും. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമാണ്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പരിഹരിച്ച് കഴിഞ്ഞ് പിന്നെ കിട്ടുന്നൊരു ആനന്ദമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഈ ലൈഫിൻ്റെ ഏറ്റവും രസകരമായ എലമെൻ്റ് എപ്പോഴാണെന്നറിയോ? ഒരു കയറ്റം കയറി കഴിഞ്ഞ് പിന്നെ ആ ഇറക്കത്തിലേക്ക് വരുമ്പം എന്ന പോലെ നമ്മൾ ഭർത്താവുമായിട്ട് ഏതെങ്കിലും ഘട്ടത്തിലൊന്ന് പിണങ്ങി, ഒന്ന് വഴക്കൊക്കെ ഇട്ട് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഭാര്യയായിട്ടൊന്ന് പിണങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കാതെ ചിലപ്പോൾ ചില ദേഷ്യങ്ങളൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ ആ ഇണങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ കയറ്റത്തിൻ്റെ സങ്കീർണത കഴിഞ്ഞ് ഇറക്കത്തിലേക്ക് വരുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതി, ആ ഒരു തണുത്ത കാറ്റ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വീശാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മളവരെ എന്ത് ചെയ്യും, കവർത്തിപ്പിച്ചും അടിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലേ? അപ്പം ഈ പിണക്കം എന്നുള്ളത് പോലും ഇണക്കത്തിൻ്റെ മാധുര്യത്തെ നമ്മളിലേക്ക് വളരെ ആസ്വാദകരമായ അനുഭൂതിയോടുകൂടി എത്തിക്കുന്ന ഒരു ഘടകം കൂടിയാണ്, ഒരു എലമെൻ്റ് കൂടിയാണ്. അപ്പോൾ പിണക്കവും ഇണക്കവും ദുഃഖവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വേണം. എന്നാലേ ഒന്നിന് മറ്റൊന്നിനേക്കാൾ രുചി, ഒന്നിന് മറ്റൊന്നിനേക്കാൾ മഹത്വമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ത് സന്തോഷം ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്ത് ആനന്ദമാണുള്ളത്? ഒരിക്കലും ആ സുഖത്തിൻ്റെ ആനന്ദം അറിയണമെങ്കിൽ ദുഃഖം കൂടി ലൈഫിൽ ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ പരിഹരിച്ചു പോകണം. പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുന്നൊരു കാര്യം,
നിങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. പുറത്തു നിന്ന് നോക്കുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന നമുക്കറിയില്ല. നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ മരണസമാനമായ പീഡനങ്ങൾ ഏറ്റിട്ട് വന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടി വന്നതല്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമ്പം എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ട്. പക്ഷെ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ വരെ ഇതൊരു അനുകരണീയ മാതൃകയായി മാറും. അഥവാ ഭർത്താവുമായിട്ടുള്ള ചെറിയ പ്രശ്നം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ചെറിയ പ്രശ്നം, അതിൻ്റെ പേരിൽ ഇതൊക്കെ ഒരു കെട്ടുപാടുകളാണ്, ഇതൊക്കെ ഒരു പ്രയാസമാണെന്ന് മനസ്സിലാക്കി ഇതിൽ നിന്ന് മോചനം വേണം, എന്നാൽ നിങ്ങൾ ഈ സന്തോഷിക്കുന്നത് പോലെ ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്ന് മനസ്സിലാക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യർ ഇതൊരു അനുകരണീയ മാതൃകയാക്കി മാറ്റും. അങ്ങനെ വന്നാൽ എത്രയെത്ര കുടുംബങ്ങൾ താറുമാറായി പോവും, എത്രയെത്ര കുഞ്ഞുമക്കൾ ഇതിനിടയിൽ കിടന്ന് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും. അവരുടെ ഭാവി എന്തായിത്തീരുമെന്നറിയോ? ഇത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അല്ല, നിങ്ങളെ ആക്ഷേപിക്കുക നിങ്ങളുടെ വിഷയമല്ല. നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന നിഷ്കളങ്കരായ മനുഷ്യർ ഈ കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ആ പുറന്തോട് പൊട്ടിച്ച് പുറത്തേക്ക് വന്നാൽ വലിയ സ്വാതന്ത്ര്യമാണ്, വലിയ ഹാപ്പിനെസ് ആണെന്ന് മനസ്സിലാക്കി നിങ്ങളോടൊപ്പമൊക്കെ കൂടാൻ ശ്രമിക്കും. ഈ ഹാപ്പിനെസ്, ഈ എലമെൻ്റ് കഴിഞ്ഞാൽ പിന്നീടുള്ള അവരുടെ ലൈഫ് നൈരന്തര്യമായ സന്തോഷമാണോ? അങ്ങനെയാണോ? ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പം ഭർത്താവ് മരണപ്പെട്ടു പോയ സ്ത്രീയുടെ അടുത്ത് ഇരിക്കുക, വിധവയായ സ്ത്രീ. ഒരുപക്ഷെ അവർ തമ്മിൽ വലിയ സന്തുഷ്ടമായ കുടുംബജീവിതം നയിച്ചവരായിക്കണമെന്നില്ല. എന്നിരുന്നാലും ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അവരുടെ ജീവിതം സന്തോഷമാണോ റാഹത്താണോ എന്നൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചറിഞ്ഞ് നോക്ക്.